ശ്രീ പി എം നാരായണൻ, താങ്കൾ യുദ്ധകാല സമയങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവം കൂടിയുണ്ട്. ഈ ദേശീയ രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി യോഗം എന്നുള്ളത് അപൂർവമായി നടക്കുന്നതാണ്. ഇന്നിപ്പോൾ ബാലാക്കോട്ടിന് ശേഷം അങ്ങനെ ഒരു യോഗം ചേർന്നു. അതിനുശേഷമാണ് ഒരു തിരിച്ചടി നൽകിയിരുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ യോഗത്തിന് ശേഷം അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അതല്ലാത്ത രീതിയിലുള്ളൊരു തിരിച്ചടിക്കാണ് ആലോചിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒരു യുദ്ധ സാഹചര്യം, യുദ്ധത്തിലേക്ക് പോകുക എന്നുള്ളത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു കാലത്തും ഇതിലും വലിയ ആക്രമണങ്ങൾ നടന്ന സമയത്തും ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല, സംയമനം പാലിച്ചിട്ടുണ്ട്. പക്ഷേ സഹിക്കാവുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ എന്നുള്ള പ്രതികരണം നമ്മുടെ ഭരണ നേതൃത്വത്തിൽ നിന്ന് വരുന്നുമുണ്ട്. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി എന്നുള്ളത് ഈ ഭീകരരെ തിരഞ്ഞുപിടിച്ച് അവരെ തീർക്കുക എന്നതായിരിക്കുമോ, അതല്ല ആ സർക്കാരിനും ആ രാജ്യത്തിനുമെതിരായ വലിയ ഒരു മുന്നേറ്റത്തിലേക്ക് പോകുമോ? എന്താണ് തോന്നുന്നത്? ശ്രുതി ഇന്നലെ തന്നെ ഇത് വ്യക്തമാക്കിയതാണ് പ്രൈം മിനിസ്റ്റർ. എന്ന് വെച്ചാൽ ടാർജറ്റും ടൈമും സെലക്ട് ചെയ്യാനുള്ള പരിപൂർണ അധികാരം ഇന്ത്യൻ ആർമിക്കുണ്ട് എന്നത്. ഇത് വളരെ അപൂർവമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടത്. അതായത് ആർമിയിലെ പലരുമായി സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ചാലും നമ്മളെ കൈയും കാലും കെട്ടിയിട്ട് യുദ്ധത്തിന് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. ഇത്രയും ഒരു ഫ്രീ കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു അവസരം പ്രധാനമന്ത്രി ആർമിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർമി ആ സമയവും സന്ദർഭവും നോക്കി പ്രതികരിക്കും എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് നിലപാട്. അതിന്റെ ഒരു ഫ്ലിപ്പ് സൈഡ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്ന് ഈ കാബിനറ്റ് ഇതിന്റെ ഡിസിഷൻസ് ഒക്കെ വന്ന അതിന്റെ വിശദീകരണത്തിൽ ഈ യുദ്ധത്തെ കുറിച്ചൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പ്രധാനമായും പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റിൽ നമ്മൾ റോഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല റഷ്യയിലെ വിക്ടറി പരേഡിന് രാജ്നാഥ് സിംഗ് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ള ഒരു നിലപാടിലാണ് ഗവൺമെന്റിന്റെ മറ്റ് വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. ഗിവൺ ദ ഫാക്ട് ദാറ്റ് ആർമി ഹാസ് ഗിവൺ ഫുൾ കൺട്രോൾ, നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് സൗകര്യമുള്ള സ്ഥലത്ത് എന്താണെങ്കിൽ ചെയ്തോളാം പറഞ്ഞുകൊണ്ട് അതിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ആർമിയുടെ ഇപ്പോൾ സൗകര്യമുള്ള ടാർഗറ്റ് എന്നത് കാശ്മീരിലെ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സിംപതൈസേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ തന്നെ അതിന്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് തീവ്രവാദി ബന്ധമുള്ള ആളുകളുടെ വീടും മറ്റുള്ള സാധനങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. അതായത് ഇന്റേണലി കാശ്മീരിനകത്ത് ഇന്റേണലി ഉള്ള നെറ്റ്വർക്കുകളെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ആർമിയുടെ ഒരു ടാർഗറ്റായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ആർമി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റീവ് അല്ല. കാരണം ആർമിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രെഡിക്റ്റീവ് ആവുന്ന സമയത്ത് ആർമിയുടെ പരാജയമായിട്ട് വേണം നമുക്ക് കാണാനുള്ളത്. പക്ഷെ ഇതിനകത്ത് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ പാകിസ്ഥാൻ എന്നത് ഒരു കൺവെൻഷണൽ വാർ അല്ല. പാകിസ്ഥാനോട് അല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്, പാകിസ്ഥാനിലെ ഭീകരരോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ രണ്ട് രാജ്യങ്ങളാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനിലെ ഭീകരരും തമ്മിലുള്ളതാണ് യുദ്ധം. ഈ പാകിസ്ഥാനി ഭീകരർക്ക് പാകിസ്ഥാൻ സ്റ്റേറ്റിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഈ ഭീകരരെ തുരത്തണമെങ്കിൽ നമ്മൾ കൺവെൻഷണൽ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് തോന്നുന്നില്ല. അതിനുള്ള ഒരു പ്രധാന കാരണം അതുകൊണ്ടാണ് ഇന്ത്യ ഈ സ്ട്രാറ്റജിക് ഇത് ഡിലേ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഡിപ്ലോമസിയിൽ ഇപ്പൊ സിന്ധു നദീജല കരാറിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ ഭീകര പ്രവർത്തനം എന്നുള്ളത് പാകിസ്ഥാനിൽ കഴിഞ്ഞ 10, 30, 40 വർഷമായിട്ട് നമ്മൾ നിരന്തരം കണ്ടതാണ്. 2001 പാർലമെന്റ് അറ്റാക്ക് കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് അനേകം ബോംബാക്രമണം കണ്ടിട്ടുണ്ട്, ബോംബെ ആക്രമണം കണ്ടിട്ടുണ്ട്. അപ്പം ഈ പാകിസ്ഥാനി ഭീകരരെ നമുക്ക് നിലയ്ക്ക് നിർത്തണമെങ്കിൽ അതിന്റെ ഒരു കൺവെൻഷണൽ വാറിന്റെ സ്ട്രാറ്റജി അല്ല ഉപയോഗിക്കേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ആർമിക്കും ഇന്ത്യൻ ഗവൺമെന്റിനും വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ലോ സ്റ്റഡി ആയിട്ടുള്ള ഒരു മുന്നേറ്റം വയ്ക്കുന്നത്. ശ്രീ പി എം നാരായണൻ, അത് മാത്രമാണോ പ്രധാനപ്പെട്ട കാര്യം? ഇപ്പോൾ നമുക്ക് തെളിവുകൾ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. പക്ഷെ അത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അതിന്റെ കൃത്യമായ തെളിവുകളാണ് സമർപ്പിക്കേണ്ടത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. അപ്പോൾ അത് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ UN-ലടക്കം നമ്മൾ തെമ്മാടി രാഷ്ട്രം എന്ന പാകിസ്ഥാനെ ശക്തമായി വിമർശിക്കുമ്പോൾ പിന്തുണ നമുക്ക് ശക്തമായി കിട്ടിയത് റഷ്യയുടെ പിന്തുണ മാത്രമാണ്. അവിടെ മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ അങ്ങനെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. UN ആയാലും വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ള പരാതി നമുക്ക് തന്നെയുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു വസ്തു നിൽക്കുന്നു. ഇനി ഏഷ്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ അതിൽ ബംഗ്ലാദേശ് വരുന്നു. ബംഗ്ലാദേശ് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തതിൻ്റെ പേരിൽ നമ്മളോട് എതിർപ്പുണ്ട്. അപ്പുറത്ത് ചൈന
പാകിസ്ഥാന് സഹായം നൽകുന്നുണ്ട്, ചൈന ശ്രീലങ്കയ്ക്ക് സഹായം നൽകുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു ഗ്രൂപ്പ് ആകുമോ എന്നൊരു ആശങ്കയും അവിടെ നിൽക്കുന്നു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിന്തുണ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇതിൽ വളരെ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്സിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കാം. അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ അടുക്കുമ്പം ഈ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ അകലാനുള്ള പല ടൂൾസും ഇന്ത്യയുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ ഇത്തരത്തിലുള്ള വാറിനകത്ത് ഈ ലോകരാജ്യങ്ങളുടെ സഹായം എന്നത് ഒരു മോറൽ സഹായം എന്നതിനപ്പുറത്തും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ പാകിസ്ഥാനിലെ ഭീകരരെ അടിച്ചമർത്തുക എന്നുള്ളത്. അതിന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സഹായം കിട്ടുന്നുള്ള ഒരു ബോധ്യവും എനിക്കില്ല. പക്ഷെ റഷ്യക്ക് ചിലപ്പം ഒരു സിമ്പതൈസ് ചെയ്യാൻ പറ്റും, അമേരിക്കയ്ക്ക് പറ്റാൻ പറ്റും, വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പാകിസ്ഥാന്റെ അവസ്ഥ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാനെ ഡയറക്റ്റ് ആയിട്ട് ചൈന സഹായിക്കുമെന്നുള്ളത്. അതിനുള്ള കാരണങ്ങളും ഞാൻ പറയാം. കാരണം ചൈനക്ക് വേണമെങ്കിൽ പാകിസ്ഥാന് തോക്ക് കൊടുക്കാൻ പറ്റും, ചില ഫൈറ്റർ ട്രെയിനിങ്സ് കൊടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള അല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ചൈന ഡയറക്റ്റ് ആയിട്ട് ഇത്തരത്തിലുള്ളൊരു ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിനകത്ത് ഇടപെടാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയുമായി ചൈനയ്ക്കുള്ള ട്രേഡ് ഡെഫിസിറ്റ് എന്ന് $1 ട്രില്യൺ ആണ്. മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ കച്ചവടം എന്നതിൽ ഇപ്പൊ ഇന്ത്യ കൂടെ കച്ചവടം മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ചൈനയുടെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. US-ഉം വെസ്റ്റേൺ കൺട്രീസും ഈ ട്രേഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ പോലെ $1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള രാജ്യത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. പാകിസ്ഥാനെ സഹായിച്ചാൽ കിട്ടുന്ന ലാഭത്തെക്കാൾ കൂടുതൽ ഒരു ന്യൂട്രലായി നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ലാഭമുണ്ട് എന്നുള്ള തിരിച്ചറിയുന്നത് ആ രാജ്യത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത്, ഒരു കാര്യം പറയാനുള്ളത്, പാകിസ്ഥാനിലേക്ക് നേരിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ഇന്ത്യക്കെന്നും. പാകിസ്ഥാന്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റുകൾ എന്നത് വളരെ ഭീകരമാണ് ശ്രുതി. എന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ആണ് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ബോർഡറിൽ നടക്കുന്നത്. അതായത് ബലൂചിസ്ഥാൻ, ഖൈബർ പഷ്തൂൺഖ്വ, മൊത്തം തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. ഈ ഒരു കാലത്ത് നമ്മൾക്ക് ധാരണ ഉണ്ടായിരുന്നു പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും താലിബാൻ വന്നു കഴിഞ്ഞാൽ എല്ലാം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു 15 ലക്ഷം അഫ്ഗാൻ റെഫ്യൂജീസിനെ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചയക്കാനുള്ള, അതായത് ഏപ്രിൽ മാസത്തിൽ മാത്രം 80,000 അഫ്ഗാൻ റെഫ്യൂജിനാണ് പാകിസ്ഥാൻ തിരിച്ചയച്ചത്. ഇത് അഫ്ഗാനിസ്ഥാന് താങ്ങാവുന്നതല്ല. വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പാകിസ്ഥാൻ അകത്തുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളോട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതോടുകൂടി അത് ഒന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.